ഇന്ന് നമുക്ക് കുർമാ ന്യൂസിലുള്ള ഒരു സംഘികളെ എങ്ങനെയാ സൂചിപ്പിക്കുന്നത് കാണാം. സംഘിണി ആരാണെന്ന് കണ്ടേ, ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ കുർമാ ന്യൂസ് എന്ന് പറയുന്ന ചാനൽ വർഗീയത, പച്ചക്കള്ളം, കുത്തിത്തിരിപ്പ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ചാനലാണ്. അതും ഇതൊന്നും പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. മമ്മൂക്കയെ പറ്റിയിട്ട് ഈ കുർമാ ന്യൂസിലത്തെ സംഘിണി ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്, അത് കാണാം, പ്ലേ ചെയ്യാം. മമ്മൂട്ടിക്ക് ഇനി ആക്ഷൻ മതിയാക്കാം, അപ്പൂപ്പനും അച്ഛനും ഒക്കെ ആകാം. കാരണം ഏറ്റവും പുതിയ ചിത്രം ടർബോയ്ക്ക് മുടക്ക് കാശ് പോലും കിട്ടില്ലത്രേ. എന്ത്? ഒന്നുകൂടെ പറയോ ലാസ്റ്റ് പറഞ്ഞത്? ടർബോയ്ക്ക് മുടക്ക് കാശ് പോലും കിട്ടില്ലത്രേ. ടർബോയ്ക്ക് മുടക്ക് കാശ് പോലും കിട്ടില്ലത്രേ എന്നാണ് പറഞ്ഞത് ഈ സംഘിണി. ഇത്രയും വിവരക്കേട് വിളിച്ചു പറയുന്ന ചാനൽ വേറെ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊരു പോസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും ഈ പോസ്റ്റ് കാണുന്നുണ്ടാവും. ഈ പോസ്റ്റിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 3-4 ദിവസം കൊണ്ട് തന്നെ 50 കോടി രൂപ ആയി. എന്നിട്ടും പറയാണ് ഇതേപോലത്തെ സംഘിണികൾ ടർബോയ്ക്ക് കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ല എന്ന് പറയാൻ കാണിച്ച മനസ്സ് നിങ്ങൾ ആരും കാണാതെ പോയത്. മുത്തശ്ശേ, വെറുതെ എന്തെങ്കിലും വിടുമ്പോ ഒരു ലിമിറ്റൊക്കെ വെക്ക്. അത് മമ്മൂക്കയുടെ പടത്തിനൊക്കെ കെട്ടിവെച്ച പൈസ കിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ മൈൻഡ് സെറ്റ്. സംഘിണി തന്നെ ഒരു പച്ച ചാണക കാറ്റഗറി. ഗൈസ്, ഈ ഒരു വീഡിയോ കണ്ടു തീരുന്നതോടുകൂടി നിങ്ങൾക്ക് ചിരി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്റെ പേജ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാലും സാരില്ല. കാരണം അമ്മാതിരി വിടലാണ് ഈ പെണ്ണ് വിടുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കാണാം. കാശ് കിട്ടിയില്ലെങ്കിൽ വേണ്ട, മൂപ്പർ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ആകണമെന്ന് എന്താ നിർബന്ധം? സംഘികൾ ഇങ്ങനെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. മമ്മൂക്കാക്ക് 73 വയസ്സായി. അപ്പൊ 73 വയസ്സായ ഒരാള് യൂത്തന്മാർ ഫൈറ്റ് ചെയ്യുന്ന പോലെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പടം പൊളിമെന്നാണ് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ സംഘികളുടെ നെഞ്ചത്തടിച്ചുകൊണ്ട് പടം കയറി ക്ലിക്കായെന്നതിന് മുൻപ് ഇട്ട വീഡിയോ ആണിത്. ഇപ്പൊ ഈ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യേണ്ട അവസ്ഥയായി ഇതേപോലത്തെ സംഘികൾക്കൊക്കെ. പിന്നെ ബുദ്ധിയില്ലായ്മ സോഷ്യൽ മീഡിയയിൽ തുപ്പുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സംഘിണിയൊക്കെ തീട്ട കാറ്റഗറി തന്നെ പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾ. മനസ്സിലായോ? അതൊക്കെ വിട്. നിർബന്ധാണോ? നിർബന്ധമുണ്ട്. നിർബന്ധമുണ്ടേ? എന്താ നിർബന്ധമുള്ളതെന്നറിയോ? സംഘിണികൾക്കും സംഘികൾക്കൊക്കെ ആവശ്യമുള്ള നിർബന്ധമുള്ള സംഭവം എന്താണെന്നറിയോ? മമ്മൂട്ടിയുടെ പടം 8 നില പൊട്ടിക്കണം. അത് ഇവന്മാരെ പോലുള്ള ചാണകങ്ങൾ ഒരു അജണ്ട ആയിട്ട് കൊണ്ട് നടന്ന്, പക്ഷെ അത് ചീറ്റി പാളി പപ്പടം പോലെ പൊടിഞ്ഞുപോയി. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാ സംഭവിച്ചത്. മുതൽ മുടക്ക് പോലും കിട്ടാൻ പോകുന്നില്ല ടർബോയ്ക്ക് എന്ന സൂചന വന്നിരിക്കുന്നു. സൂചന വന്നത് എവിടെയാണെന്നറിയോ? അണ്ടിമുക്ക് ശാഖയിലെ മിത്രങ്ങൾ ഉണ്ടാക്കിയ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിലാണ് ഇങ്ങനത്തെ സൂചന ഒക്കെ വരാറ്. മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ട് ആ ഒരു സിനിമക്ക് കെട്ടിവെച്ച പൈസ പോലും തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടാൻ മാത്രം ബുദ്ധിയില്ലാത്ത ആളുകൾ. എനിക്ക് തോന്നുന്നു സംഘികൾക്കല്ലാതെ അങ്ങനെ പറയാനും പറ്റൂല, സംഘികൾക്ക് മാത്രമേ അങ്ങനെ പറ്റുള്ളൂ. കാരണം ബുദ്ധിശൂന്യത ഉണ്ടല്ലോ, ആ ബുദ്ധിശൂന്യത സോഷ്യൽ മീഡിയയിൽ എഴുതി വിടണം. അപ്പൊ അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എന്തായാലും ആ പോസ്റ്റ് വന്നു, ആ പോസ്റ്റിനെ കുറിച്ചുള്ള കുറെ ചർച്ചകൾ വന്നു. നിങ്ങളെ പോസ്റ്റ് വന്നു, നിങ്ങളെ പോസ്റ്റിന്റെ അടിയിലുള്ള കമന്റ് വായിച്ചിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞുണ്ടല്ലോ, ചിരിയും വരുന്നു, സങ്കടം വരുന്നു, സാധാവും വരുന്നു, എല്ലാം ഒരുമിച്ചാണ് വരുന്നത്. കാരണം പറഞ്ഞല്ല, ഇത്രയും തെറുകെട്ടിട്ട് തൊലിക്കട്ടി, നിങ്ങളൊക്കെ തൊലിക്കട്ടി ഉണ്ടല്ലോ സമ്മതിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കമന്റ് ബോക്സ് ഒന്നും നോക്കാറില്ലേ സംഘിണി? അതാരാടാ കുത്തിയ പുറകുന്നേ? ആരും പുറകുന്ന കുത്തിയതല്ല, അത് അയാൾ ഒരു ശൈലിയാണ്. അച്ഛനും എന്താ പറഞ്ഞതാ പെണ്ണുങ്ങള്? എന്താ തൊണ്ടയിൽ ചാണകം കുടുങ്ങിയതാവാനാണ് സാധ്യത കൂടുതൽ. കാരണം 24 മണിക്കൂർ ഈ ചാണകം ഇങ്ങനെ വാരി വാരി തിന്നു കഴിഞ്ഞാല് ഈ സൗണ്ടിനൊക്കെ ഇതേപോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അവർക്കിടയിൽ ഇപ്പോൾ ടർബോയുടെ കളക്ഷൻ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്. ടർബോയുടെ കളക്ഷൻ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങളിപ്പോ ശരിക്കും കണ്ടിട്ടുണ്ടാവും 52 കോടി എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ടർബോയെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾക്ക് ചെറിയൊരു സുഖം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. വെറുതെ എന്തെങ്കിലുമൊക്കെ അടിച്ചു വിടുകയാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. ഇവിടെ നിർമ്മാണ ചെലവ് 70 കോടി രൂപയാണ് എന്നായിരുന്നു റിപ്പോർട്ട്. ടർബോയുടെ നിർമ്മാണ ചെലവ് ഒന്നുകൂടി പറഞ്ഞ 70 കോടി രൂപയാണ്. 70 കോടി എന്നാണ് പച്ചക്കള്ളം വിറ്റ് ജീവിക്കുന്ന സംഘിണി പറഞ്ഞിട്ടുള്ളത്. ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് 60 കോടിയാണ് കാണുന്നത്. എന്താ സംഭവിച്ച സംഘിണി? കള്ളം പറയുമ്പോ ഒരു 10 കോടി കൂടി പോയതാണ്. 10 കോടിക്കൊന്നും വിലയില്ലല്ലേ? നിലവിലെ കണക്കുകൾ അനുസരിച്ച് ചിത്രം നിർണയിക്കപ്പെട്ട ആ നിർമ്മാണ ചിലവിലേക്ക് എത്തുമോ എന്ന് പോലും കണ്ടറിയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ സംഘികൾക്ക് രോമാഞ്ചം ഉണ്ടായിട്ടുണ്ടാവും. കാരണം അവര് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി വിചാരിച്ച ഒരു പടം അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിജയമല്ലേ. പക്ഷെ പൊട്ടന്മാര് മൂഞ്ചിപ്പോയി. പടം സൂപ്പർ ഹിറ്റ് ആണ്, ബഡ്ജറ്റും കഴിഞ്ഞിട്ട് അങ്ങ് എത്തി. അതൊന്നും അറിയില്ലല്ലേ പൊട്ടന്മാരെ? 70 കോടി ലഭിച്ചാലേ മുടക്ക് കാശ് ലഭിക്കുമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ പണം വാരിക്കൂട്ടണം. പണം വാരിക്കൂട്ടി ഇനി നിങ്ങൾ എന്താക്കും? നിങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ട് മാറി നിന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഏതെങ്കിലും ഒരു പടത്തെ ഡീഗ്രേഡ് ചെയ്യണമെന്ന് ഈ സംഘപരിവാർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പടത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള സാധാരണക്കാരും മറ്റുള്ള പാർട്ടിക്കാരും ഉണ്ട്. അതൊന്നും മനസ്സിലാക്കി തീട്ടങ്ങളെ. റിലീസ് കഴിഞ്ഞ് 2ാം വാരത്തിലേക്ക് നീങ്ങുമ്പോൾ അത്രയ്ക്കൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് കേൾക്കുന്നത്. പറയുന്നത് പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ടോ? അതേപോലത്തെ ഒരാൾ തന്നെയാണ് ഈ സംഘിണി. എന്താ പറയുന്നതെന്ന് ഇയാൾക്ക് തന്നെ വലിയ ബോധമില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുതെ ഓരോ വീഡിയോ ഉണ്ടാക്കുക, എന്നിട്ട് ജനങ്ങളുടെ മനസ്സിൽ എന്താക്കുക വർഗീയത കുത്തിക്കയറ്റി കൊടുക്കുക. അതാണ് ഇവരൊക്കെ ചിന്തിച്ചു കൊണ്ടുവരുന്നത്. പക്ഷെ അതൊന്നും കേരളത്തിൽ നടക്കൂല സംഘിണി. മമ്മൂട്ടിയുടെ പേരിൽ സമീപനാളിൽ ഉണ്ടായ വിവാദങ്ങൾ ടർബോയ്ക്ക് വൻ തിരിച്ചടിയായോ എന്നും സംശയമില്ലാതില്ല. സംശയം ആർക്കാണെന്നറിയോ? ചാണകങ്ങൾക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ടർബോ സൂപ്പർ ഹിറ്റ് ആണെന്ന്. സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. ചാണകം
ചാണകങ്ങൾക്ക് സത്യസന്ധമായിട്ട് അവരൊരു ആളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് അവർ പരാജയപ്പെടാതെ വിജയിച്ചു വരുമ്പോൾ അത് സഹിക്കോ ഇല്ല. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഗിണി എന്താ പറയുന്നത് പൊട്ടത്തി? ഞാനും ചാണകം. മമ്മൂട്ടി ചിത്രങ്ങളെ എന്നും സ്വീകരിക്കുന്ന കേരള സമൂഹത്തിലെ ഒരു പ്രബല വിഭാഗം മുഖം തിരിച്ചാൽ പ്രബല വിഭാഗമോ? പ്രബല വിഭാഗം എന്ന് വെച്ചാൽ ഈ സംഘികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടുവന്നത്. സംഘികൾ എന്ന് വെച്ചാൽ വർഗീയവാദികളാണ്. ആ വർഗീയവാദികൾ അവരുടെ മതത്തിലുള്ള ആളുകളുടെ പടമില്ലാതെ മറ്റൊരാളുടെ പടം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വർഗീയതയാണ്. എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മതത്തിലുള്ള ആളുകൾക്ക് കിട്ടണം എന്ന് വിചാരിക്കുന്ന നാറികളാണ് ഈ സംഘികൾ. അവർ പടം കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് മമ്മൂക്കയെ പോലുള്ള ഒരു സ്റ്റാറിന് എന്താവാനാ? ഒരു തേങ്ങ സംഭവിക്കാനില്ല. ചിത്രത്തിന് തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. പൊട്ടിയാണെന്ന് വീണ്ടും തെളിയിച്ചത് കണ്ടോ ഗൈസ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചിത്രത്തിന് തിരിച്ചടി കിട്ടുമ്പോലോ സംഘപരിവാർ പടം ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ചിത്രത്തിന് തിരിച്ചടിയാണെന്നാണ് ഈ സംഘി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് പടച്ചോ നിങ്ങൾക്ക് തെറ്റെന്ന് ആശംസിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ വൻ പ്രചാരവും PR വർക്കും ഒക്കെ ആയിരുന്നു നടത്തിയത്. ഗൾഫ് കൺട്രീസിൽ മാത്രമല്ല യൂറോപ്യൻ കൺട്രീസിലും വൻ ഹിറ്റ് തന്നെയായിരുന്നു ടർബോ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ നേതാവായിട്ടുള്ള സംഗീത് ഷാജൻ പോലും പടം കണ്ടിട്ട് നല്ലതാണ് പറഞ്ഞത്. നിങ്ങളെ പോലുള്ള പൊട്ടികളൊക്കെ എന്നിട്ടും ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണുമ്പോൾ സാധാപം തോന്നുകയാണ്. ബുദ്ധി വിവരമില്ലായ്മ ജന്മനാ കിട്ടിയതാണല്ലോ. എന്നിട്ട് നിങ്ങളെ പോലെയുള്ള പൊട്ടിമാരൊക്കെ വന്നിട്ട് ഇപ്പോഴും ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് ഗൈസ്. അല്ലാ പഠിച്ചോനെ കുറച്ച് ബുദ്ധി വിവരം കൊടുക്കുക പെണ്ണുങ്ങൾക്ക്. കേരളത്തിൽ തിരിച്ചടി ഉണ്ടായാലും മിഡിൽ ഈസ്റ്റിൽ നിന്നും കളക്ഷൻ വാരും എന്ന കണക്കുകൂട്ടലും ഉണ്ടായിരുന്നു. ഈ സംഘികള് ഒരാളെ ഡിഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചെയ്യാൻ ഇതേപോലത്തെ പൊട്ടിമാരെ കൊണ്ടും പൊട്ടന്മാരെ കൊണ്ടൊക്കെ വീഡിയോ ചെയ്യിപ്പിക്കും. ആ വീഡിയോ എന്നിട്ട് ഇവന്മാരെന്നെ എടുത്ത് ഷെയർ ചെയ്യും. ഈ സംഘിക്കുട്ടന്മാരും എടുത്ത് ഷെയർ ചെയ്യും. പക്ഷെ പറയുന്നത് പൊട്ടത്തരമാണെന്ന് ഇത് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഈ പൊട്ടന്മാരായ സംഖ്യകൾക്ക് മനസ്സിലാവില്ല. പൊട്ടന്മാരെ ഒന്ന് മനസ്സിലാക്കി പറയുന്ന ഫുള്ള് പൊട്ടത്തരം. ഡേ ബൈ ഡേ കളക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തേഴ്സ്ഡേ 6.25 കോടി. ഈ വീഡിയോ തുറന്നതിന് ശേഷം ആദ്യമായിട്ട് ഒരു സത്യം പറഞ്ഞത് കണ്ടു. എന്തായാലും അത് സത്യം തന്നെയാണ്. ബാക്കിയൊക്കെ ആദ്യത്തെ ശനിയാഴ്ച 4.13 കോടി. ബാക്കി ഒരു കോടിയിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. സംഘിണി വീണ്ടും തുടങ്ങി സംഖ്യകളെ സുഖിപ്പിക്കാൻ. അല്ലാണ് മുത്തേ ഇയാളെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകളുടെ അവസ്ഥ. എനിക്ക് സത്യസന്ധമായിട്ടാണ് നിങ്ങളോടൊക്കെ സാധാ മാത്രമേ ഉള്ളൂ ഇതേപോലത്തെ പൊട്ടത്തരമൊക്കെ കേട്ടിരിക്കാൻ കാണിക്കുന്ന മനസ്സ്. സമ്മതിച്ചിക്ക് സംഖ്യകളെ നിങ്ങളാ. അപ്പോൾ ഇതൊക്കെ കിട്ടിയ അപ്ഡേറ്റ്സിന്റെ ബലത്തിലാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. കിട്ടിയ അപ്ഡേറ്റ്സ് എവിടുന്നാണെന്ന് അറിയോ? ശാഖയിലെ ആളുകൾ കൂടി ചേർന്നുണ്ടാക്കിയ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇല്ലേ, അതിൽ വരുന്ന സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് പച്ചക്കള്ളമായിട്ട് പുറന്തള്ളുന്നത്. എന്താ പറയാ, ഇതിന്റെ കൂടെ ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം പറയുന്നത് ഫുള്ളായിട്ട് കളവാണ്. ടോട്ടൽ 14 കോടിയാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അതാ അടുത്ത കളവ്. ഇതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം വേറെ ഒന്നല്ല, 2 ആഴ്ച കൊണ്ട് 16 കോടി രൂപയാണ് ഉണ്ടാക്കിയതെന്നാണ് ഈ സംഘിണി കളവായിട്ട് പച്ചക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തന്നെ കൊടുത്തേക്കാം കമന്റിൽ. എന്തായാലും മുടക്ക് കാശ് പോലും കിട്ടാത്ത സ്ഥിതിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെയോ മമ്മൂട്ടിയുടെ ഈ ചിത്രത്തെ ബാധിച്ചു എന്നുള്ള ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു തരാം. കാരണം വേറെ ഒന്നല്ല, ഈ കുർമാ ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ വരുന്ന എല്ലാ വീഡിയോയും ഈ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ ആയിരിക്കും. കളവ്, കുത്തിത്തിരിപ്പ്, വർഗീയത, ഇത് 3 മിക്സ് ആയിക്കൊണ്ടാണ് ഇതേപോലത്തെ നാറികൾ വീഡിയോ ചെയ്യുന്ന. എല്ലാം മനസ്സിലാക്കുക, നാട്ടുകാർ ബുദ്ധി വിവരമുള്ള ആൾക്കാരെ മനസ്സിലാക്കുക ഉള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിലയിരുത്തലുകൾ. പുറത്ത് വരണ്ട, അത് തന്നെയാണെന്ന് തോന്നുന്നു നല്ലത്. പുറത്ത് വന്നു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഫാൻസ് വലിച്ചു കയറിയിട്ട് പപ്പടം പോലെ പരത്തിക്കളയും. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്ത് ചിന്തിക്കണം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. വെറും കളവ് മാത്രം പറയല്ലേ തളച്ചി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ് അല്ല, ചാണക TV. ചാണക TVയിൽ വാർത്ത വായിക്കുന്നതിന് മുൻപ് റിപ്പോർട്ടേഴ്സിന് എന്താ തിന്നാൻ കൊടുക്കുന്നതെന്ന് അറിയോ? പാച്ച ചാണകം ഉണക്കിയിട്ട് കൊടുക്കുകയാണ്. അതെങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പൊട്ടത്തിനെ വിളിച്ചു പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഫോളോ ചെയ്യാം. ബൈ.